ഹായ് ഹലോ എല്ലാവരെയും സ്നേഹതീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് നിങ്ങളിലും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ കാണുന്നത് നമ്മുടെ പഴയ ഒരു തറവാടാണ് കേട്ടോ. ആന വന്ന് നശിപ്പിച്ച ഒരു തറവാടാണ്. അതുകൊണ്ട് മഴ പെയ്ത് മൊത്തം നനയുന്നത് കൊണ്ട് ഷീറ്റൊക്കെ വലിച്ചൊന്ന് കെട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒടിഞ്ഞൊരു പ്ലാവിൻ്റെ ശിഖരങ്ങളെല്ലാം ഒന്ന് ഒടിഞ്ഞ് വീണ ഒരു കാഴ്ചയും കൂടെയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ തലേന്ന് ഒരുപാട് ചക്കയുള്ളൊരു പ്ലാവായിരുന്നു കേട്ടോ. അപ്പോൾ ആനകൾ അതെല്ലാം ചക്കകളെല്ലാം ഇട്ടിരുന്നു. ഒരു ചക്ക പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിന് മുമ്പേ ഉള്ളൊരു വീഡിയോസിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് നോക്കിക്കേ, അതിൻ്റെ ആ മുകൾ ഭാഗമാണ് നമ്മുടെ കാറ്റത്ത് ഒടിഞ്ഞു പോയിരിക്കുന്നത്. തലേന്ന് വന്ന് ചക്ക ആനകൾ ഇട്ടതുകൊണ്ട് ചക്ക ഒന്നോ രണ്ടോ അവിടെ കിടപ്പുമുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെ. ഇത് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പറമ്പ് തന്നെ ഒന്ന് കാലിയാക്കിയെന്ന് പറയാം, ആനകളെല്ലാം കൂടെ കൂടിയിട്ട്. അപ്പം നമുക്ക് ആകെ കൂടിയുള്ളത് ഈ ഒരു പ്ലാവിലുള്ള ചക്കയാണ് കേട്ടോ. കാണുന്നില്ല, ഒരുപാട് ദൂരെ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ചക്കയുടെ ആ ഒരു പ്ലാവ് വന്ന് ശരിക്കൊന്നും കാണാത്തത്. ഇതൊക്കെയാണ് നമ്മുടെ പറമ്പ്. അപ്പം ഈ കാറ്റത്ത് വന്നിട്ട് ഒരുപാട് കമുകൊക്കെ ഒടിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ആനകളുടെ ലീലാവിലാസവും ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് കേട്ടോ. ആന കൊമ്പ് കൊണ്ട് കുത്തിയ പ്ലാവാണ് ആ കാണുന്നതൊക്കെ. അപ്പം ഇതാണ് നമ്മുടെ ആനകളൊക്കെ വരുന്ന ഒരു വഴിയെ. അപ്പം നടുക്കൂടെ ഒരു പുഴയും കൂടെ ഉണ്ട്. അപ്പുറത്തെ വശം ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഇപ്പുറത്താണ് സ്ഥലമുള്ളത്. അപ്പം അവിടെ പശുക്കളെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് പുല്ല് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യമുള്ള ഇത് അമ്മാവൻ്റെയൊക്കെ മോൻ്റെ പശുക്കളാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള പുല്ലുകളൊക്കെ ഇവർ വെട്ടി കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അത് അരിഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് ലാസ്റ്റ് പിന്നെ കുറച്ച് നേരം ഇതുങ്ങളെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ഇങ്ങനെ തീറ്റാൻ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയും കൂടെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പറയാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ, നമ്മുടെ ഇവിടെ ആനകളൊക്കെ ഒരുപാട് നമ്മുടെ കൃഷി സ്ഥലങ്ങളൊക്കെ ഒരുപാട് നശിപ്പിച്ച ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ സർക്കാരിൽ നിന്ന് നമുക്ക് സോളാർ ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമേ വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കമ്പി വലിച്ചിട്ടിട്ട് അതിൽ തോരണം പോലെയാണ് ചെറിയ ചെറിയ കമ്പികൾ വലിച്ചു വെച്ചേക്കുന്നത്. അപ്പം ഇതിനു മുമ്പേ നമ്മൾ സ്വന്തമായിട്ട് സോളാർ ഓരോ പറമ്പുകാർ ഷെയർ പൈസയൊക്കെ പിരിവെടുത്തിട്ട് സ്വന്തമായിട്ടാണ് നമ്മുടെ സോളാർ വന്ന് സെറ്റ് ചെയ്തിരുന്നത്. അപ്പം അത് ഇടിമിന്നലിന് അത് കത്തിക്കരിഞ്ഞ് അതിൻ്റെ ബോക്സ് കത്തിക്കരിഞ്ഞ് പോവുകയും പിന്നീട് ആനകളെല്ലാം കൂടെ കയറി, അതുണ്ടെങ്കിലും ആനകൾ കയറി അത് ചവിട്ടി പൊട്ടിച്ച് വല്ല മരങ്ങളൊക്കെ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ടായി പോകും. അതിൻ്റെ ലൈൻ വന്നിട്ട് കട്ടായി പോകും. അന്നേരം ആനകൾ കയറിയിട്ട് ഇങ്ങനെ പറമ്പിലുള്ള അത്യാവശ്യമുള്ള പച്ചക്കറികളും ഇതെല്ലാം നശിപ്പിച്ച് പോകാറാണ് പതിവ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സർക്കാരിൽ നിന്നും ഒരു പിന്നെ സോളാർ വന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ടാണ് ഒരു കൊക്ക് മീനെ പിടിക്കുന്ന ഒരു രംഗം കൂടെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കാണിക്കുന്നത്. എന്തായാലും ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മുടെ പറമ്പ് സംബന്ധമായി കാണാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മയും അതിലെ കൂടെയൊക്കെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ആനകൾ വന്ന് നശിപ്പിച്ച സ്ഥലങ്ങൾ. ഒരു തരിശു ഭൂമിയായിട്ട് കുറേ പുല്ലുകളൊക്കെ കയറി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇതാണ് നമ്മൾ തുണിയൊക്കെ അലക്കുന്നതും. അത്യാവശ്യം കുറച്ച് മീനൊക്കെ ഈ പുഴയിൽ നിന്ന് കിട്ടും. നമുക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് ഇവിടെ നിന്ന് ഈ പുഴയിൽ നിന്ന് മീനുകളൊക്കെ ഒരുപാട് പേര് പിടിച്ചു കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ആനകളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങാനുള്ളൊരു ടൈം ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആനകൾ വരുന്ന സ്ഥലങ്ങൾ. ഒന്ന് നോക്കിക്കേ. ഇപ്പം 6 മണിക്കൊക്കെ മുമ്പായിട്ട് നമ്മൾ പശുക്കളെയൊക്കെ ഇവിടെ നിന്ന് അഴിച്ചുകൊണ്ട് പോകണം കേട്ടോ. കാരണം ഓട്ടോമാറ്റിക്കാണ് സോളാർ വന്നിട്ട് നമുക്ക് ഇവിടെ ലൈറ്റ് കത്തുന്നത്, വർക്കിംഗ് ആവുന്നത്. അപ്പോൾ വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് സോളാറിൻ്റെ ആ ഒരു നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈം. അത് ഓട്ടോമാറ്റിക്കലാണ് കേട്ടോ. ഇത് അമ്മാവിൻ്റെ വീടാണ് കേട്ടോ. അപ്പം ഇവിടെ ഒരു തൊഴുത്തുണ്ട്. ഇവിടെ വലിയ കുഴികളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ആന കയറി വരുന്ന വഴികളൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. ഒരു കുഴി പോലെ ആനകൾ വരുന്നതും ഇറങ്ങിപ്പോകുന്ന വഴികളൊക്കെയാണിത്. ഈ കാണുന്നതാണ് ആനകൾ ഇറങ്ങിപ്പോകുന്ന വഴികളൊക്കെ. കണ്ടില്ലേ, ചവിട്ടിയൊക്കെ ഒരു പരുവാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് ആന വരുന്നതും പോകുന്ന വഴികളൊക്കെ ആയിട്ട്.
അപ്പോൾ എന്തായാലും ഇത് അമ്മാവിൻ്റെ വീട് ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളാറിൻ്റെ ബോക്സൊക്കെ ഇരിക്കുന്നത് അമ്മാവിൻ്റെ മോൻ്റെ പറമ്പിലായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പം സെറ്റ് ചെയ്തിരിക്കുന്ന സോളാറിൻ്റെ ബോക്സ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ വേണ്ടേ ഇവിടം വരെ ഏകദേശം ഇപ്പോൾ സെറ്റായിട്ടുള്ള ഇതാണ് പാനൽ, ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇവിടം വരെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 5-6 സ്ഥലങ്ങൾ, ഒരുപാട് 5-6 ആൾക്കാരുടെ സ്ഥലങ്ങളാണ് ഇപ്പോൾ കവർ ചെയ്തിട്ട് ഇപ്പം ഇട്ടേക്കുന്നത്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളും ഇട്ട് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഒരുപാട് ആശ്വാസം. കാരണം ഈ സോളാർ ഇട്ടതിന് ശേഷം തലേന്ന് വന്ന് ആനകൾ വന്ന് ഈ സോളാർ പൊട്ടിച്ച് കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് സോളാറിൽ വന്നിട്ട് അവർക്ക് നല്ല അടി ഏറ്റത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെ എല്ലാം ദേഷ്യങ്ങൾ അവിടെ മൊത്തം കാണിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ചവിട്ടി മെതിച്ച് നാശമാക്കിയിട്ടാണ് കയറാൻ പറ്റാത്തതിൻ്റെ അരിശം തീർത്തിട്ട് ആനകൾ പോയിരിക്കുന്നത് കേട്ടോ. എന്തായാലും അമ്മാവിൻ്റെ വീട്ടിൽ നിന്നും തലേന്ന് വന്ന് ഈ സോളാർ ഇടുന്നതിന് മുമ്പേ ചക്കകളൊക്കെ ഇട്ടേക്കുന്നുണ്ടോ. കുറേ ചക്കകൾ അവരെ അടുക്കള വശത്ത് കുറേ ചക്കകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊന്നും മൂക്കാത്ത ചക്കകളാണ്. മൂത്ത ചക്കയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ഇത് മൂക്കാത്ത ചക്കയാണ്. അപ്പോൾ കുറേ ചക്കകൾ അവിടെ ഇവിടെയായിട്ടൊക്കെ ഒന്ന് കിടക്കുന്നുണ്ട്. ആ ഒരു പുല്ലിൻ്റെ ഇടയിലൊക്കെ കുറേ ചക്കകൾ കിടപ്പുണ്ട്. പിന്നെ അത് ഇവിടെയൊക്കെ അങ്ങനെ ആൾക്കാരങ്ങനെ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ആൾക്കാർ ആ ഇട്ട ചക്കകളൊന്നും അങ്ങനെ അങ്ങ് എടുക്കാറില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ആന കൊണ്ട് എന്നെ പറിച്ചിട്ട ചക്കകളാണ്. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കില്ലേ മുല്ലപ്പൂ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നും കൂടെ ചോദിക്കാമല്ലേ. ഇതാണ് നമ്മുടെ മുല്ലച്ചെടി. അപ്പം ഇതിനകത്ത് നല്ല തിക്കായിട്ടുള്ള അടുക്കുമുല്ലയാണ്. അതുപോലെ അത് നിറച്ച് വന്ന മൊട്ടുകളുമാണ്. ഇതിനകത്തുനിന്ന് മുല്ല പറിച്ചിട്ടാണ് ഞാൻ കോർത്തിട്ട് തലയിൽ വെക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ എന്തുമാത്രം മുല്ലമൊട്ടുകളാണെന്ന് നോക്കിക്കുക. ഇതൊക്കെ വിരിയുമ്പോൾ ഒരുപാട് കണ്ടോ ഒത്തിരി ഉണ്ട് കേട്ടോ അടുക്കുമുല്ല. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവിൻ്റെ സീസണല്ലേ. അപ്പം ഒരുപാട് മുല്ലപ്പൂ നമ്മുടെ ഈ ഒരു മുല്ലയിൽ നിന്ന് കിട്ടും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം സോളാർ വന്ന ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളിലേക്കും കൂടെ ഒന്ന് എത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം മൊത്തം മുല്ലപ്പൂവാണ് കേട്ടോ. അതുകൊണ്ടോ മുല്ലമുട്ടും മുല്ലപ്പൂവും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. കുറേയേറെ ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ നിങ്ങളെ കൊണ്ടൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും